സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് അതേ ഫംഗ്ഷൻ തന്നെ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² y പ്ലസ് 4xy³ പ്ലസ് y റേസ് ടു 4. അപ്പോൾ അതിന് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻസിയേഷനിൽ ഡോ സ്ക്വയർ എഫ് വൈ ഡോ എക്സ് ഡോ വൈ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഡോ വൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് വൈ ഡോ വൈ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈയുടെ ആൻസർ നമ്മളിവിടെ എഴുതണം. ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എക്സ് ക്യൂബിന്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ആകുമ്പോൾ 0 ആണ്. -3x² കോൺസ്റ്റന്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ -3x² ആണ് ഫസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടേമില് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്ന സമയത്ത് 3y² ആണ് വരിക. അപ്പൊ ടോട്ടല് 12xy² വരും. ലാസ്റ്റ് ടേമില് y റേസ് ടു 4 വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ പ്ലസ് 4y³ വരും. ഈ ആൻസറിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്ന സമയത്ത് y ഈസ് കൺസിഡർഡ് ആസ് എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ -3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x² ഇസ് 2x. അപ്പൊ -3 ഇൻറ്റു 2x ഇസ് -6x പ്ലസ് with respect to x means 12y² is a constant. Derivative of x is 1. Therefore, answer is 12y². Next term, 4y³ is a constant since we are differentiating partially with respect to x. With respect to x ചെയ്യുന്ന കാരണം 4y³ constant ആണ്. അപ്പോൾ ആ ടേമിന്റെ ആൻസർ 0 ആണ്. അപ്പൊ ഇതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയുടെ ആൻസർ ആയിട്ട് വരുന്നത്.